എന്താ ഇവിടെ ഒരു ഉന്നതതല സമ്മേളനം? ഗൈസ്, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പടച്ചു വിടുന്ന സമയത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കാതെ അവരെ ക്രിട്ടിസൈസ് ചെയ്യരുത്. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? എനിക്ക് അൻവിനായിട്ട് അൻവിന്റെ ക്ലോത്തിങ് ബ്രാൻഡ്, എന്റെ ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവാൻ, അതാണ്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. വേറെ ആളുമായിട്ട് പുള്ളിയുടെ വേറെ അതർ ബിസിനസ് ആയിക്കോട്ടെ, വേറെ ഒന്നുമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനിലും ഇല്ല, ഒന്നുമില്ല. എടാ നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ആളെ പറ്റുന്ന കേൾക്കുമ്പോഴേ കയറെടുത്തോണ്ട് ഓരോരുത്തന്മാര് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ഇറങ്ങണം. ഒന്ന് നിക്ക, ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ, ഇനി മുട്ടിക്കോളൂ. അഷ്കർ ടെക്കി ഇഷ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ബ്രോ. അറിയാത്ത കാര്യത്തില് അതായത് പുള്ളിക്ക് എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താന്ന് ഇതുവരെ അറിഞ്ഞൂടായിരുന്നു. ഇങ്ങനൊന്നും ചെയ്യില്ല, അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ഞാൻ ലാസ്റ്റിൽ എന്താ പറഞ്ഞു ഗൈസ്, ഞാൻ കഴിഞ്ഞ എന്റെ ആനാൻഷയുടെ കേസിൽ പോലും ഞാൻ എന്താ പറഞ്ഞേ, എന്റെ വൺ ഓഫ് ദ ഒരു ഫേവറേറ്റ് യൂട്യൂബർ ആയിരുന്നു പുള്ളി ഇത് ചെയ്തപ്പോ എനിക്ക് വിഷമമായി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിൽ വെച്ച് വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഗ്രഡ്ജാക്കി, ഈവൻ ദോ എന്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഇല്ലാഞ്ഞിട്ട് പോലും രാവിലെ ഞാൻ ഉറക്കം എണ്ണീറ്റപ്പോ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് എനിക്കൊരു മെൻഷൻ വരുന്നു. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം, എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. എന്നാൽ അറ്റ്ലീസ്റ്റ് അതെന്താണെന്നൊന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ, ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്ന് ജസ്റ്റ് അന്വേഷിച്ചിട്ട് അത് ചെയ്യുക. അത് ചെയ്തില്ല. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളെ കലിപ്പ് തീരണില്ലല്ലേ. പകരം നേരെ ഈ ഡിഫേമേഷൻ ചെയ്തതിന് ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് എന്റെ സൈഡിൽ നിന്ന് ഞാൻ ലീഗലി ചെയ്തോളാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതിലിരുന്ന് കൊണയടിക്കണ്ട. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. തള്ളക്ക് എന്നെ വിളിക്കും ഇവനെയൊക്കെ, എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ഇത് തെറ്റാണെങ്കിൽ ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. ഇത് തെറ്റാണെങ്കിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി മൂലക്കിരുന്ന് ഇതുപോലെ വന്ന് എന്റെ ഇൻബോക്സിൽ വന്ന് പറയുന്നവന്മാരെയും കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ, അങ്ങോട്ട് നോക്കിയാ മതി. അതുപോലെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നവന്മാരെ ഞാൻ ഇതിനകത്ത് ഇതാക്കും. ഒരു സംശയവും ഇല്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.